നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സത്യയ്ക്ക് പിന്നിലെ രഹസ്യം അത് പറയാൻ അവൾക്കെന്താ ബുദ്ധിമുട്ട്? അവളുടെ അമ്മയും മിണ്ടുന്നില്ലല്ലോ. അതറിയട്ടെ, എന്നിട്ട് മതി ബാക്കി കാര്യങ്ങളെല്ലാം. സത്യമേ, ഇങ്ങനെ ഒരു തീരുമാനം സത്യമയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളിങ്ങോട്ട് വരില്ലായിരുന്നു. മോളെ ശാലിനി, ഇനി ആ വിളിക്ക് എന്തർത്ഥം വിഷ്ണുവായിട്ടുള്ളത്? മോളെ ശാലിനി, അവര് രണ്ടുപേരും കൂടി എന്നെ അധിക്ഷേപിച്ച് സംസാരിച്ചിറങ്ങി പോകുന്നത് കണ്ടിട്ട് ആർക്കൊന്നും പറയാനില്ല. ആ പറഞ്ഞാൽ എന്താ ഭാമേ തെറ്റ്? സത്യമോളെ പണം നൽകി നീ ഒഴിവാക്കാൻ ശ്രമിച്ചു. നിന്റെ മകനെയോ മകളെയോ ആരെങ്കിലും കുറച്ച് പണം തന്ന് ഒഴിവാക്കാൻ പറഞ്ഞാ നിനക്ക് സഹിക്കുവോ? അമ്മേ, അമ്മ എങ്ങനെ ഞങ്ങളെ കഷ്ടപ്പെട്ട് ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് ഒരു അർത്ഥമില്ല. അടുക്കുന്നേക്കാൾ കൂടുതൽ ശക്തിയോടെ അകലാനെ അത് ഉപകരിക്കൂ. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെയൊക്കെ നന്മ തന്നെയാ എന്റെ ലക്ഷ്യം. എടാ, ഇവിടെ നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാ ഞാൻ വാദിച്ചത്. അമ്മയുടെ ലക്ഷ്യം ഉണ്ടല്ലോ, അതിന്ന് ഏറ്റവും വലിയ ശിക്ഷയായിട്ടാ എന്റെ മേല് വന്ന് പതിക്കുന്നേ. അതെന്താ അമ്മ ഓർക്കാത്തെ? നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ പോയി അവളുടെ കാല് പിടിക്കണമെന്നോ? അയ്യോ, ഒന്നും വേണ്ട. ഇനി ഒരു ഒത്തുതീർപ്പിന് പോലും അങ്ങോട്ടേക്ക് പോവരുതെന്നുള്ള ഒരു അപേക്ഷയുള്ളൂ. ദയവ് ചെയ്ത്
അതെ, എന്റെ തീരുമാനങ്ങൾ തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സത്യക്ക് പിന്നിലെ രഹസ്യം അത് പറയാൻ അവൾക്കെന്താ ബുദ്ധിമുട്ട്? അവളുടെ അമ്മയും മിണ്ടുന്നില്ലല്ലോ. അതറിയട്ടെ, എന്നിട്ട് മതി ബാക്കി കാര്യങ്ങളെല്ലാം. സത്യയോട് അവളുടെ അച്ഛനല്ല വിളിച്ചതെന്ന് പറയണം. ഇല്ലെങ്കിൽ ഇവൾക്ക് ഒരിക്കലും മാറില്ല. നിന്റെയും വിഷ്ണുവിന്റെയും ജീവിതത്തിലേക്ക് സത്യ കടന്നു വരാത്ത രീതിയിൽ സത്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. സത്യയുടെ പേരിൽ നല്ലൊരു തുക ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തോളാം. സത്യമേ, സ്വന്തം മകന്റെ കുഞ്ഞിനെയാ നിങ്ങൾ പണം നൽകി ഒഴിവാക്കാൻ നോക്കിയത്. ആര് സഹിച്ചാലും പെറ്റമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല. കാശ് കൊണ്ട് എന്തും വിലക്കെടുക്കാമെന്ന് നിങ്ങൾ കരുതുന്നു. പക്ഷേ കാശ് ഉപകരിക്കാത്ത സന്ദർഭങ്ങളും ജീവിതത്തിലുണ്ടാവാം. എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ ഈ അഹങ്കാരത്തിന് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. എന്നിൽ നിന്നും എന്റെ വിഷ്ണുവേട്ടനെ ഇങ്ങനെ അകറ്റി നിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞേക്കാം. പക്ഷെ ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അകറ്റാൻ നിങ്ങളെ കൊണ്ടാവില്ലല്ലോ. എന്തൊരു ഇരിപ്പാ മോളേത്. വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ലല്ലോ. ഇനി ഈ ഇരിപ്പ് ഇരുന്നിട്ട് അത്താഴം പോലും കഴിക്കാതെ കിടക്കാനാവും അല്ലേ? എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ലമ്മ. അവിടെ നടന്ന സംഭവങ്ങൾ കൊണ്ട് തന്നെ വയറ് നിറഞ്ഞു. അതൊക്കെ മനസ്സിൽ നിന്ന് കള മോളെ. സത്യാമ്മയും പറഞ്ഞു, അതിനൊപ്പം കാര്യങ്ങൾ നമ്മളും പറഞ്ഞു. അതിലിപ്പോ ഒരു തെറ്റുമില്ല. എന്നാലും നമ്മുടെ സത്യമോളെ ഒഴിവാക്കണമെന്ന് അവര് വീണ്ടും വീണ്ടും പറഞ്ഞില്ലേ? അത് അവരുടെ മനസ്സ്. ചില ആൾക്കാർക്ക് കരിങ്കല്ലിനെ തോൽപ്പിക്കുന്ന മനസ്സാണെന്ന് പറയും. ഇവരുടെ മനസ്സ് അതിനേക്കാൾ കട്ടിയ. ഗോപാലേട്ടൻ ഉണ്ടാവേണ്ടതായിരുന്നു. മുൻപും പിൻപും നോക്കാതെ വഴക്കുണ്ടാക്കാൻ ഒരു കാരണം നോക്കിയിരിക്കുന്ന ഗോപാലേട്ടനെ സത്യമോളെ എന്തെങ്കിലും പറഞ്ഞെന്നറിഞ്ഞാൽ സഹിക്കൂല. വണ്ടി പിടിച്ച് അവിടെ പോയി ബഹളം വെച്ചേനെ. ഒരു തരത്തിൽ അച്ഛനില്ലാതിരുന്നത് ഭാഗ്യം. നമ്മളെപ്പോലെ ക്ഷമയും സഹനമൊന്നും അച്ഛനില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നാട്ടിൽ മുഴുവൻ ശത്രുക്കളുണ്ടായത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.